ഇന്നൊരു സ്പെഷ്യൽ ഞണ്ട് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എപ്പോഴും ഒരേ രീതിയിൽ വെച്ച് മടുത്തിട്ടുണ്ടെങ്കിൽ ദേ ഈ ഒരു രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തേങ്ങ വറുത്തെടുക്കണമേ. അപ്പോൾ ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം കുറച്ച് മല്ലിയും കറുകപ്പട്ടയും ഗ്രാമ്പും എല്ലാം കൂടെ അതിലേക്ക് ഞാൻ ഇടുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും 4-5 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന 3 സവാളയാണ് അതിലേക്ക് ചേർക്കുന്നത്. ഈ സവാള ഒന്നും നല്ലപോലെ വഴണ്ടി വരണം. അതിനുശേഷം മാത്രമാണ് നമ്മൾ തേങ്ങ ചേർക്കുന്നത്. ഈ ഒരു രീതിയിൽ നല്ലപോലെ ഒന്ന് വാടി വരണം. ഇനി ഇതിലേക്ക് തേങ്ങ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഒരുപാട് മൂത്തൊന്നും വരണ്ട. നമ്മൾ വറുത്തരച്ച കറി വെക്കുന്ന പോലെ അത്രയും ഒന്നും വരണ്ട. ലൈറ്റായിട്ടൊന്ന് ബ്രൗണിഷ് കളർ വന്നാൽ മതി. ഈ ഒരു കളർ വരുമ്പോഴത്തേക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം മിക്സിയിൽ ഒന്ന് അരച്ച് മാറ്റി വെക്കാം. ഇനി അടുപ്പിലേക്ക് മറ്റൊരു പാൻ വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് സവാള അരിഞ്ഞതും കൂടെ ഒന്ന് ചേർത്ത് മൂപ്പിക്കുന്നുണ്ട്. അപ്പോൾ സവാള ഒന്ന് വഴണ്ടി വരാൻ വേണ്ടിയിട്ട് നമുക്കൊരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. 5 മിനിറ്റിന് ശേഷം സവാളയൊക്കെ നല്ല ബ്രൗണിഷ് കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി അരിഞ്ഞതും പച്ചമുളകും കൂടെ ചേർക്കുന്നുണ്ട്. 5 മിനിറ്റ് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. അപ്പോൾ 5 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് തക്കാളിയൊക്കെ വെന്ത് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ആ തവി കൊണ്ട് തന്നെ നമുക്ക് ആ തക്കാളി എല്ലാം ഒന്ന് ഉടച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന അരപ്പാണ് ചേർക്കേണ്ടത്. ഇനി അരപ്പിന് ആവശ്യമായ ഉപ്പും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. പൊടികളായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും 1.25 സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്തൊന്ന് മിക്സ് ആക്കി എടുക്കണം. പൊടികൾ ചേർക്കുമ്പോൾ തീ കുറച്ച് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് ആവശ്യമായ വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കൊന്ന് മിക്സ് ആക്കി എടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ഗ്രേവി ഒന്ന് തിളച്ച് വരണം. 5 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് ഗ്രേവിയൊക്കെ തിള വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഴുകി മാറ്റി വെച്ചിരിക്കുന്ന ഞണ്ടാണ് ചേർക്കേണ്ടത്. ഞണ്ടും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് പുളിയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. പുളിയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു 15 മിനിറ്റോളം ഞാൻ അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ടായിരുന്നു. നല്ലപോലെ തിളച്ചൊക്കെ വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാൻ ഇടുന്നുണ്ട്. ഈ ഒരു ഗ്രേവി ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ, ചപ്പാത്തിയുടെ കൂടെയോ ബ്രെഡിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമ്മുടെ ഞണ്ട് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കണം. കൂടെ എൻ്റെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.